2002 പുറത്തിറങ്ങിയ അമേരിക്കൻ സൈക്കോളജിക്കൽ സ്ലാഷർ ചിത്രമാണ് ഐഡന്റിറ്റി. മൈക്കൽ കോണിയുടെ തിരക്കഥയിൽ ജെയിംസ് മാൻഗോൾഡ് ആണ് ഐഡന്റിറ്റി സംവിധാനം ചെയ്തത്. ആൻഡ് ദെൻ ദേർ വെർ നൺ എന്ന അഗത ക്രിസ്റ്റിയുടെ മിസ്റ്ററി നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നിരവധി കൊലപാതകങ്ങൾ നടത്തിയ കൊടും കുറ്റവാളിയായ മാൽക്കം റിവേഴ്സിനെ തൂക്കിക്കൊല്ലുന്നതിന് പിറ്റേന്നത്തെ രാത്രിയിൽ അന്തിമ വിചാരണ നടത്തുന്നത് കാണിച്ചുകൊണ്ടാണ് ഐഡന്റിറ്റി എന്ന ത്രില്ലർ ആരംഭിക്കുന്നത്. പിന്നീട് ഒരു പെരുമഴയുള്ള രാത്രിയിൽ ആകസ്മികമായി ഒരു കുട്ടി ഉൾപ്പെടെ 11 പേർ ഒരു മോട്ടലിൽ എത്തപ്പെടുന്നു. പല മേഖലയിൽ ജോലി ചെയ്യുന്ന അപരിചിതരായ ആ 11 പേരും അപകടത്തിലും റോഡ് ബ്ലോക്കിലും പെട്ടാണ് മോട്ടലിൽ അഭയം തേടിയിരിക്കുന്നത്. തുടർന്ന് ഓരോരുത്തരായി ദുരൂഹ സാഹചര്യത്തിൽ അവിടെ കൊല്ലപ്പെടുന്നതുമാണ് ചിത്രത്തിൻ്റെ കഥാഗതി. ഐഡന്റിറ്റി എന്ന ചിത്രത്തിൻ്റെ പേരിൻ്റെ പ്രസക്തി കുറ്റവാളിയായ മാൽക്കം റിവേഴ്സിന് ഈ സംഭവങ്ങളുമായുള്ള ലിങ്കിനെ സൂചിപ്പിക്കുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ശ്വാസം പിടിച്ചിരുത്തുന്ന ഐഡന്റിറ്റി സിനിമാറ്റിക് ചേരുവകൾ എല്ലാം കൃത്യമായി കോർത്തിണക്കിയ ഒരു മാസ്റ്റർ ക്ലാസ് ത്രില്ലർ ചലച്ചിത്രമാണ്. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ജോൺ കുസാക്, റെയ് ലോട്ട, അമാൻഡെ പീറ്റ്, ആൽഫ്രഡ് മൊളീന, ക്ലിയ ഡുവൽ എന്നിവരുടെ പ്രകടനങ്ങൾ ഗംഭീരമായി. അലൻ സിൽവർസ്കിയുടെ സംഗീത സംവിധാനം ചലച്ചിത്രത്തിൻ്റെ അന്തരീക്ഷത്തെയും ഭീകരതയെയും പ്രതിഫലിപ്പിച്ചു. കൊളംബിയ പിക്ചേഴ്സ് വിതരണം ചെയ്ത ചിത്രം ഇറങ്ങിയ സമയത്ത് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി. അണ്ടർ റേറ്റഡ് ചിത്രമായി തുടർന്ന ഐഡന്റിറ്റി എന്നാൽ പിൽക്കാലത്ത് ചലച്ചിത്ര പ്രേമികളുടെയും ത്രില്ലർ സിനിമാ ആരാധകരുടെയും പ്രിയ ചലച്ചിത്രമായി മാറുകയായിരുന്നു. ഉദ്വേഗഭരിതമായ ഓരോ നിമിഷങ്ങളും, ഓരോ സംഭവങ്ങളും, പേമാരിയും ഇരുണ്ട രാത്രിയും ദുർമരണങ്ങളും ഒരു പ്രത്യേക മൂഡാണ് കാഴ്ചക്കാരനേകുന്നത്. സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രമാണ് ഐഡന്റിറ്റി എന്നതിൽ സംശയമില്ല.